കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിൽ വീണു. ചവറ മടപ്പള്ളിയിലായിരുന്നു സംഭവം. കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് വെള്ളക്കെട്ടിലേക്ക് പതിച്ചു. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ചവറ മടപ്പള്ളി കോയിക്കൽ കുളത്തിന് പടിഞ്ഞാറായിരുന്നു സംഭവം. കൊല്ലം പേരൂർ കൊറ്റങ്കര ആസിഫ് മൻസിലിൽ സിയാദും ഭാര്യയും 2 കുട്ടികളുമാണ് കാറിലുണ്ടായിരുന്നത്. തേവലക്കരയിലെ ഭാര്യ വീടും മറ്റൊരു ബന്ധുവീടും സന്ദർശിച്ച ശേഷം കൊല്ലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. ഇടറോഡിൽ നിന്നും കോയിവിള ശങ്കരമംഗലം റോഡിലേക്ക് തിരിയുന്നതിനിടെ വശത്തെ വയലിലെ 3 അടി വെള്ളക്കെട്ടിലേക്ക് കാർ നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നു. വെള്ളക്കെട്ടിന് ആഴമുണ്ടെന്ന സംശയത്തിൽ പെട്ടെന്നിവർ പുറത്തിറങ്ങിയില്ല. ആഴമില്ലെന്ന് പറഞ്ഞതോടെ നാട്ടുകാരുടെ സഹായത്തോടെ ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങുകയായിരുന്നു. അത് എന്തോ ഞങ്ങളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒരു സൗണ്ട് കേട്ടത് അങ്ങനെ കരച്ചിൽ കേൾക്കുന്നു. സൗണ്ട് കേട്ടതുമല്ല. അപ്പം ഞാനിങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ പുറത്തോട്ട് എത്തി നോക്കിയപ്പോൾ ഒരു കാർ ഇങ്ങനെ വയലിൽ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി പുറത്തോട്ട് ഓടി. അപ്പോഴ് ഞാൻ റോഡിൽ ചെന്നിന്ന് ആൾക്കാരെ വിളിച്ചു. അപ്പോൾ ആൾക്കാർ വന്നു. അങ്ങനെ പിന്നെ ഡോറ് തുറന്ന് അപ്പുറത്തെ കടയിലെ ഒരു കൊച്ചു ഓടി വന്ന് പിന്നെ വയലിൽ കൂടെ ഇറങ്ങി ആ ഡോർ തുറന്ന് അവരെ പുറത്തിറക്കി അങ്ങ് റോഡിലോട്ട് കയറ്റി. ഫാമിലി ആയിരുന്നു. 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ആ കൊച്ചിൻ്റെ വീട് പരപ്പനാലിലാന്ന് പറയുന്നു. പക്ഷേ കൊല്ലത്തോട്ട് പിന്നെ പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, അവർക്കൊന്നും കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തിയവർ. അപ്പുറം അവിടെ നിൽപ്പുണ്ട്, റോഡിലുണ്ടായിരുന്നു. വിളിച്ചവരെ കാലും കൈയും ഒക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി. ആർക്കും പരിക്കില്ല. ചവറ അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു. രാത്രി വൈകി കാർ പുറത്തെടുത്തു. 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ കുടുംബം സഞ്ചരിച്ച കാർ ഇവിടെ വീണിരുന്നു. അന്നും വെള്ളം കുറവായതിനാൽ യാത്രക്കാർ രക്ഷപ്പെട്ടു. സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ.